മനുഷ്യരെല്ലാം യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആശയം. മറ്റത് ആരാധനാ കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ചെയ്യണം. അതുപോലെയുള്ള സംഘടനാപരമായ വിഷയങ്ങൾ ഓരോ സംഘടനക്കാരും ചെയ്യണം എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ സംഘടിക്കണം എന്ന് ഞങ്ങൾക്കൊരിക്കലും താല്പര്യമില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇപ്പോൾ വിവിധ ആശയങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉടലെടുക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശത്തിനനുസരിച്ചാണ് ജനങ്ങൾ യോജിച്ച് നിൽക്കേണ്ടത്. അതിൽ വ്യത്യസ്ത പാർട്ടികളുണ്ടാവും. പിന്നെ സമസ്തയാണെങ്കിൽ പ്രത്യേക പാർട്ടികളുമായൊന്നും ഒരു സ്ഥിരമായ ബന്ധമോ അങ്ങനെയുള്ളൊരു തീരുമാനങ്ങളോ ഇല്ല. അപ്പോൾ പിന്നെ താൽക്കാലികമായി വോട്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു തീരുമാനങ്ങൾ മാത്രമാണ് ആ വിഷയത്തിലുള്ളത്. ഭരണകൂടങ്ങളോട് എന്നും യോജിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ വിഷയത്തിൽ നമ്മുടെ ഒരു പോളിസി. മുസ്ലിം ജമാഅത്ത് സ്ഥാപിച്ചല്ലോ, അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ കൊടുക്കുമായിരുന്നു. അതായത് നമ്മൾ രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണോ രാഷ്ട്രീയ? ഒരിക്കലും അല്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നേരത്തെ സുന്നി യുവജന സംഘം ഉണ്ടാക്കിയത് 1954. അത് വികസിച്ച് അതിൻ്റെ കീഴിൽ വർഗ ബഹുജന സംഘടനകളും മറ്റ് വിവിധ സെക്ഷനുകളൊക്കെ വന്നപ്പോൾ അതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നടത്താൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൻ്റെ പൊതുമുഖമായിട്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് വരുന്നത്. അല്ലാതെ ഒരിക്കലും അതൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുകയോ? ഒരിക്കലുമില്ല. സമസ്തയുടെ നയം എന്താണോ ആ നയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. അല്ല, പൊതുവെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ കാന്തപുര വിഭാഗം CPM-നാണ് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തത് എന്നുള്ളതായിരുന്നു ധാരണ. അതിന് മറുപക്ഷത്ത് ചില ആളുകൾ നമ്മളുമായിട്ട് ശക്തമായ പോരാട്ടം ഉണ്ടായിരുന്ന ചില കാരണം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണപ്പുറത്തായിരിക്കും എന്നുള്ളൊരു ധാരണ. അതൊരു ധാരണ മാത്രമാണോ? പലപ്പോഴും പിന്തുണകൾ മാറി മാറി ചെയ്തിട്ടുണ്ട്. ഒരേ കക്ഷിക്ക് മാത്രം എല്ലാ സമയത്ത് ചെയ്യുന്നതൊന്നും ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ലീഗിനെ പൊതുവെ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല, അതൊരു ധാരണ മാത്രമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല. മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, ഈവൻ BJP അടക്കം മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്നൊക്കെയുള്ളൊരു പ്രഭാഷകന്മാരുടെ ഓരോ ആശയങ്ങളാണ്. അതൊന്നും ഒരു ഔദ്യോഗിക വാക്കുകളായി എടുക്കാൻ പറ്റില്ല. ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടോ മുസ്ലിം സമുദായം? ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്നൊക്കെ ഉള്ളത് ആ ചിന്തയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. നേരത്തെ ഇല്ല. അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അതാരും അംഗീകരിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ മുജാഹിദ് ജമാഅത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാൻ പറ്റും. ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഐഡന്റിറ്റി ഇല്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആൾ എന്ന നിലക്ക് ഞാൻ പറയുന്നതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതൊരു സത്യമാണ്. അതേസമയത്ത് ആര് പറഞ്ഞാലും മുസ്ലിം പോലും ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം. അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് തിരുത്തപ്പെടാം.